ഞാന് നിന്നെ എന്നോട് കളിക്കണ്ട. ഞാൻ പറഞ്ഞു 60% അത് പഞ്ചായത്ത് ഓഫീസാണ്, അത് കച്ചവടം ചെയ്യാൻ. അതിന്റെ അപ്പുറത്ത് ഓഫിയല്ലേ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കേ ഒരു ചുള്ളു വില കടിച്ചു മേടിച്ച് കൊടുക്കാന്നത്. അതെ, ഓക്കെ. 2 രൂപ കൂടുതൽ കിട്ടൂല, അത് കിട്ടൂല കേട്ടാ. ഓക്കെ ശരി കേട്ടാ. ഞാൻ വിളിക്കാം. ഓക്കെ. നീ കൂടെ വന്നല്ലേ വന്നിട്ട്? ഞാൻ എത്ര നേരമായി വന്ന് നിൽക്കണം. ഒന്നും പറയണ്ട, കച്ചവടത്തിന്റെ ഭയങ്കര തിരക്കാണ്. നീ ഇപ്പൊ വലിയ പറമ്പ് കച്ചവടക്കാരനായി കിടക്കുന്നുണ്ടല്ലോ. നല്ല കച്ചവടത്തിലാണ്. അല്ല, നമ്മുടെ പറമ്പിന്റെ കാര്യം പറ. നമ്മുടെ കച്ചവടത്തിന്റെ ശരിയാണ്. അല്ല, അപ്പൊ അതെങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? എങ്ങനെയാണ്? 50% എനിക്ക് വേണ്ട. എത്ര? എന്റെയാണ് പാർട്ടി, അപ്പൊ 50% എനിക്ക് വേണം. അതെങ്ങനെ ശരിയാവും? എന്റെ പേരിൽ 2-3 പേരില്ലേ, അവർക്കും കൊടുക്കണ്ടേ എനിക്ക്? നീ അത് അവർക്ക് വീതിച്ചു കൊടുത്തോ, പക്ഷെ എനിക്ക് 50 കിട്ടണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് പൈസ ഇട്ടിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ വീട്ടിൽ ഭാര്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എനിക്ക് കിട്ടിയിട്ട് വേണം. 3-4 പേർക്ക് കൊടുത്ത് പിച്ച് പങ്കിട്ട് എനിക്ക് എന്ത് കഴിഞ്ഞിട്ടാണ്? അതെന്റെ വിഷയമല്ലല്ല, ഞാനല്ലേ പാർട്ടിനെ കൊണ്ടുവന്നേക്കണത്. എന്റെ പൊന്ന് പോത്ത, നീ ഒരു കാര്യം മനസ്സിലാക്കി. ഇതിനു വേണ്ടി എത്ര ദിവസമായി എന്നറിയാം ഞാൻ നടക്കണം. നീ അലുവ കഷ്ണം പോലത്തെ സ്ഥലം പറഞ്ഞിട്ടേ ത്രികോണം പോലത്തെ സ്ഥലമുള്ള കൊണ്ടുവന്ന് കാണിച്ചത്. അതെ, അലുവ ത്രികോണത്തിനും വെട്ട. ഏതലുവ ത്രികോണത്തി വെട്ടാ? എല്ലാലും ത്രികോണത്തി വെട്ടാന്നും പറഞ്ഞുകൊണ്ട് നീ ആ സ്ഥലത്തിന്റെ കാര്യം ഒന്നും പറയണ്ട. ആ കാട് നിറച്ചു പാമ്പാണ്, അതറിയോ? പാമ്പിനെ ഞാൻ കൊല്ലണം? പാമ്പിനെ കൊല്ലൊക്കെ കൊന്നു കൊടുക്കണ്ടേ? പിന്നെ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഒരു കാര്യം ചെയ്യും, പാമ്പിനെ അങ്ങ് ഒന്നുകൊണ്ട് ഒരു 60% പോയി 60. പിന്നെ പാമ്പിനെ ആരുമല്ലോ ഒരു മെന്നെക്കെട്ട സ്വഭാവമാണ്. അമ്മനെ കിട്ടിയ 60 പറഞ്ഞു കുറെ നേരം കള്ളപ്പാമ്പ്. അല്ല, എന്ത് വർത്താനോ നീ പറഞ്ഞത്? പറഞ്ഞ ശരിയല്ല. ആ വർത്താനം നീ പറഞ്ഞത് ശരിയല്ല. എന്ത് വർത്താനോ നീ പറഞ്ഞത്? അങ്ങനെ സംസാരിച്ചത് ശരിയായില്ല. നീ 50% കഴിഞ്ഞിട്ട് 60% എനിക്ക് വേണം. കാരണം എന്റെ പാർട്ടിയാണ്. 60% എനിക്ക് കിട്ടണം. 60%. 50 ഞാൻ നിൽക്കൂല. 60 കിട്ടണം. ഇഷ്ടത്തിന് പൈസ, എനിക്ക് പൈസ കിട്ടും. എന്റെ പാർട്ടിയാണ്ടത്, അപ്പൊ എനിക്ക് 60% വേണ്ടേ? പിന്നെ എന്റെ പാർട്ടിയാണ്. പിന്നെ നീ എന്താണ് വലിയ ഇത് പറയുന്നത്? ഭയങ്കര 10% കൂടുതൽ 60%. ചേട്ടൻ ഈ വണ്ടി എനിക്ക് തോന്നല്ല വണ്ടി നടക്കും. ബോധമില്ലാത്ത നീ പറയരുത്. ബോധമില്ലാത്തവർക്കാണ് നീ പറയരുത്. നീ എന്താണ് സംസാരിച്ചത്? ഞാൻ കേട്ടില്ലെന്ന് വിചാരിച്ച? ഞാനൊക്കെ കേട്ടാ. എന്താണ് വീട്ടിലെങ്കിൽ നീ എന്ത് ചെയ്യോടാ? കൈ എടുക്കണ സ്ഥലത്ത് വന്നു എടുത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യോടാ? എടുക്കണ കൈ എടുത്തില്ലെങ്കിൽ നീ എന്ത് ചെയ്യോടാ? നീ ധൈര്യം നീ അടിയിൽക്കുവാ. കൈ എടുത്തില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ വലിച്ചിട്ടടിക്കും. ഇവിടെ കല്ലാണ്, നിന്റെ തല പൊട്ടി ഇവിടെ കളിമണ്ണാവാൻ ഞാൻ സമ്മതിക്കൂല. അങ്ങനെ നീ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ടാ. നീ ഉണ്ടല്ല 60% അല്ലേ നിനക്ക്? 60% നിനക്ക് തരാടാ. 60% അല്ലേ? ഇപ്പൊ 50 കഴിഞ്ഞ 60 ആയല്ലടാ. 60 വേണോടാ. നീയെ കണ്ണിക്കണ്ട ആൾക്കാരൊക്കെ പറ്റിച്ചത് നാട്ടി പാട്ടാണ്ടാ. നീയേ വക്കപ്പോടിന്റെ സ്ഥലം വിറ്റ് കാശ് മേടിച്ചോന്നല്ലേടാ ആൾക്കാരെ പറ്റിച്ചിട്ട്. അതെന്റെ കഴിവാണ്ട. അത് കൊടുത്തെങ്കിൽ പിന്നെ അതിന്റെ ഉള്ളിൽ പ്രേതങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നീ വിറ്റ് കാശ് കൊടുക്കുക. അത്രയും വൃത്തിയായിട്ടാണ് ഡൽഫി കിടന്ന് പണിയെടുത്ത പൈസ കൊണ്ടിട്ട് ലൈറ്റ് ഹൗസ് കാണിച്ചിട്ട് നീ കച്ചവടമൊക്കെ എന്റെ മിടുക്കടാളെ പറ്റിക്കണത്. പോർക്കെ എനിക്ക് നല്ല ധൈര്യം ഉണ്ട്. ഞാൻ 10 അദ്ദുവിന്റെ മോനാണ്. നീ ധൈര്യം ഇങ്ങോട്ട് വാട ഇറങ്ങി വാട നടിയാ. എന്നോട് വന്നാലേ ഞാൻ എന്ത് ചെയ്യൂന്നല്ലടാ കാണിച്ചു തരാം. എന്നോട് കളിക്കണ്ട. ഞാൻ പറഞ്ഞു 60% അതെന്റെ കഴിവാണ്ട്. എന്താണ് മാറിയോ ചക്കരയും പാല് വെച്ചോടത്ത് പാത്തനും പോത്തനും കിടന്നിട്ടിടണം. നാണക്കേടാവൂല എനിക്ക് മാറി. എടോ, തനിക്കൊന്ന് പിടിച്ചു മാറ്റിക്കൂടായിരുന്നു? പറമ്പച്ചത്തിന്റെ കമ്മീഷൻ പറഞ്ഞ ഇടിയാണ് കണ്ടത്. എടോ, എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ, എല്ലാം പറഞ്ഞു തീർക്കാല. കുഞ്ഞിക്ക പറഞ്ഞ തീർക്കുഞ്ഞിക്ക. എണീക്കടാ പന്നികളെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞു തീർത്തൂടെ? എണീറ്റ അതെന്റെ ചെരുപ്പാണ്. ഇങ്ങോട്ടുണ്ടാ എന്റെ ചെരുപ്പാണത്. നീ നിന്റെ ചെരുപ്പ് നീ ഇട്. എന്താടാ പ്രശ്നം? ആരെയാണ് പാർട്ടി? നിന്റെയാണ് പാർട്ടി. പക്ഷെ ഭൂമി എന്റെ പാർട്ടിയാണ്. അത് ശരി. അപ്പൊ നിനക്ക് എത്ര വേണമെന്നാണ് പറയണത്? 60. 50 ഞാൻ സംസാരിച്ചു. ഇവൻ സമ്മതിച്ചില്ല. അത് ശരി. ഒരു കാര്യം ചെയ്യും, എനിക്ക് 60 കിട്ടണം. ഒരു കാര്യം പറയട്ടെ, നീ നിക്ക്.
സമാനപ്പെട് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അപ്പൊ ഒരു കാര്യം ചെയ്യും, 45% ഇവന് കൊടുക്കാം. 45 പറ്റില്ല, 60 ഞാനല്ലേ ഇക്കല്ലേ പറയണത്, നീ കേൾക്ക്. അതുമ്പോ പോട്ടെ, ഇനിയും കച്ചവടം നടക്കൂല. ഇവന്റെ കൂടെ 2-3 പേരില്ലേ പാവം, അവരും എന്തെങ്കിലും കൊണ്ടുപോയി ജീവിക്കട്ടാ. ഇവനിക്കൊരു 55% കൊടുക്കും. എന്താ അങ്ങനെ പറഞ്ഞ ശരിക്ക്? ശരി, ഓക്കെ. സമ്മതിച്ചാ? എനിക്കൊന്നുമില്ലേ? നിനക്കാ? എന്ത്? ഞാനല്ല എർത്ത്. എർത്താ? ഇവരായിട്ട് പരിചയപ്പെടുത്തി ഞാനല്ല കുഞ്ഞിക്കാനെ. അപ്പൊ 5% എനിക്ക് വേണം. പണ്ടാറടങ്ങണ പാടായിപ്പോയി ഒരു ഒടുക്കത്തെ പറമ്പ് കച്ചവടം. ഒരു കാര്യം ചെയ്യടാ, ഒരു 5% എർത്താവിന് കൊടുക്കും. സമ്മതിച്ചാ? കുഞ്ഞിക്ക പറഞ്ഞത് എനിക്ക് കുഴപ്പമില്ല. കാശെടുക്ക്. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഇനി ഇടി കൊടുക്കും. ഇതിപ്പോ തന്നെ അങ്ങോട്ട് അവസാനിപ്പിച്ചേക്കാം. പൈസ എടുക്ക്. എന്ത് കാശ്? അതിനിടപാടൊന്നും നടന്നിട്ടില്ല. അവര് പറമ്പാണ് വരാന്ന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണല്ലേ? ഇടപാടൊന്നും നടന്നിട്ടില്ല അല്ലേ? അങ്ങനെയാണല്ലേ? ശ്രീനി ഒന്നാട് മാറിയെന്ന്. ശ്രീനിക്ക് എർത്ത് എത്ര ശതമാനം എന്ന് പറഞ്ഞ്? 5% അല്ലേ? നിന്റെ ഒരു ഭൂമി കച്ചവടം ആ ലെവലാകിയ. I'm the tree that you ran your car over with. Peter stabbed and boom, got made a tomb in it.